സക്സസ് ലാബിലേക്ക് വീണ്ടും സ്വാഗതം. പാർട്ട്നേഴ്സ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാകാം, പക്ഷേ ശരിക്കും വിലമതിക്കുന്നുണ്ടോ? അതിനോടൊപ്പം ചീറ്റ് പോലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഈ സത്യം അറിയും. ഒരു ബന്ധത്തിൽ ഏറ്റവും വലിയ വേദന സ്നേഹമുണ്ടെങ്കിലും ബഹുമാനവും വിശ്വാസവും നഷ്ടപ്പെടുന്നതാണ്. ഇതിൽ ആദ്യ ലക്ഷണം, നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അവഗണിക്കപ്പെടുന്നു. നിങ്ങളുടെ ഫീലിംഗ്സ് ചെറുതായി കാണുന്നു. രണ്ടാമത്തെ ലക്ഷണം, നിങ്ങളുടെ ത്യാഗങ്ങളും പരിശ്രമങ്ങളും സാധാരണ കാര്യങ്ങളായി കാണപ്പെടുന്നു. നന്ദി, അംഗീകാരം എല്ലാം കുറയുന്നു. മൂന്നാമത്തെ ലക്ഷണം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ വേണ്ട സമയത്ത് മാനസികമായിട്ടുള്ള ആ ഒരു തലോടൽ ലഭ്യമായില്ല. ഒരേ വീട്ടിൽ ജീവിച്ചിട്ടും നിങ്ങൾ ഒറ്റയ്ക്കാണ്. പക്ഷെ ഒരു വലിയ സത്യം, നിങ്ങളെ വിലമതിക്കാത്ത ബന്ധത്തിൽ ജീവിക്കുന്നത് മാനസികമായി നിങ്ങളെ തകർക്കും. ഇപ്പോൾ ചീറ്റ് വിഷയത്തിലേക്ക് വരാം. ചീറ്റ് സംഭവിച്ചാൽ ആദ്യം ചോദിക്കേണ്ടത്, ഇതൊരിക്കലുണ്ടായ തെറ്റാണോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണോ? കാരണം മാറ്റം കാണിക്കാതെ മാപ്പ് മാത്രം കിട്ടുമ്പോൾ അത് വീണ്ടും സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. മാപ്പ് കൊടുക്കുന്നത് നിങ്ങളുടെ കരുണയാണ്, പക്ഷെ അതിനെ ബഹുമാനമായി മാറ്റേണ്ടത് അവരാണ്. പ്രവൃത്തിയിലൂടെ മാത്രമേ വിശ്വാസം തിരിച്ചു വരൂ. നിങ്ങൾ സ്ഥിരമായ സംശയത്തിലും പേടിയിലും ജീവിക്കേണ്ടി വരികയാണെങ്കിൽ അതൊരു സുരക്ഷിത ബന്ധമല്ല. ഒരേ വ്യക്തിയോടൊപ്പം ജീവിക്കുന്നത് മാത്രമല്ല ബന്ധം, അവിടെ മനസ്സിന് സമാധാനം വേണം. ഇനി ഒരു സ്പിരിച്വൽ സത്യം, നിങ്ങൾ സ്വയം വിലമതിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ വിലമതിക്കാത്ത ബന്ധങ്ങൾ സ്വാഭാവികമായി വ്യക്തമായി കാണാൻ തുടങ്ങും. മാനിഫെസ്റ്റേഷൻ എന്നത് ആളുകളെ പിടിച്ചു നിർത്തലല്ല, നിങ്ങളുടെ ആത്മമൂല്യം ഉയർത്തലാണ്. സ്നേഹം മാത്രം പോരാ, ബഹുമാനവും വിശ്വാസവും സുരക്ഷയും ഉള്ള ബന്ധമാണ് യഥാർത്ഥ ജീവിതം. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എനിക്കിനി എന്ത് ചെയ്യാൻ കഴിയും? ആദ്യം എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കിയൊരു വാക്കു പറയൂ, ഞാൻ ബഹുമാനിക്കപ്പെടാൻ അർഹയാണ്, ഞാൻ സത്യസന്ധമായ സ്നേഹത്തിന് അർഹയാണ്. രണ്ടാമത്തേത്, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കാതെ എഴുതി വെക്കൂ, കാരണം എഴുതുമ്പോൾ വികാരങ്ങൾ വ്യക്തതയാകുന്നു. മൂന്നാമത്, നിങ്ങളുടെ സന്തോഷം ഒരാളിൽ മാത്രം ആശ്രയിക്കരുത്. സ്വന്തം വളർച്ചയിലും ആരോഗ്യത്തിലും സ്വപ്നങ്ങളിലും ശ്രദ്ധ കൊടുക്കൂ. സ്പിരിച്വലായി പറയുകയാണെങ്കിൽ, നിങ്ങൾ അന്വേഷിക്കുന്ന സ്നേഹം ആദ്യം സ്വയം നൽകാൻ തുടങ്ങും. കാരണം ആത്മാഭിമാനം ഉയരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്വീകരിക്കേണ്ടത്, എന്താണ് വിട്ടുകളയേണ്ടതെന്ന് വ്യക്തമായി കാണാൻ തുടങ്ങും. ഓർമ്മിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട ആളുകളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വന്തം മൂല്യം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്ന ഒരാളാകരുത്. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരാളായി വളരൂ.